സോയ ബട്ടർ മസാല. സോയ ചങ്ക്സ് വെച്ചിട്ട് നമ്മൾ പല രീതിയിൽ കറികൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഇതും അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് സ്റ്റൈലിലുള്ള ഒരു പ്രിപ്പറേഷനാണ്. ഒരു വെജിറ്റേറിയൻ ഐറ്റം വെച്ചിട്ട് നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് നമ്മൾ ഈ ഒരു കറി പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിനുശേഷം ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് നോക്കാം. സോയ ബട്ടർ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തു. ഇതുപോലെ നല്ല ഹാർഡായിട്ട് ആയിരിക്കും നമുക്ക് സോയ ചങ്ക്സ് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുക. ഇത് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം ചൂടുവെള്ളത്തിൽ നമ്മൾ കുതിർത്ത് വെക്കണം. അപ്പോൾ അത് നല്ല സ്പോഞ്ചി ആയിട്ട് നമുക്ക് കിട്ടും. അരമണിക്കൂർ കുതിർത്തതിന് ശേഷം അതിലുള്ള വെള്ളം മുഴുവനും നമ്മൾ കൈവച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. വലിയ സോയ ചങ്ക്സാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് 2 or 4 ഒക്കെ ആക്കിയിട്ട് നമുക്ക് മുറിച്ചതിന് ശേഷം എടുക്കാം. ഇപ്പം അതുപോലെ വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള ആ സോയ ചങ്ക്സ് ഞാൻ ആ ബട്ടറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ബട്ടറിലിട്ടിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾക്ക് ബട്ടർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ വളരെ കുറച്ച് ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ടോസ്റ്റ് ചെയ്യാൻ തുടങ്ങി 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ, മുളക് പൊടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. അതിനുമ്മ എരി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്തിട്ട് കൊടുത്തത്. ഇനി ഇത് 1 മിനിറ്റും കൂടി 1-2 മിനിറ്റും കൂടി നമ്മൾ ഒന്നുകൂടി ഒന്ന് ടോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു പാനിൽ നിന്ന് നമ്മളിത് കോരി മാറ്റിയിട്ട് വെക്കണം. ആ സെയിം പാനിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഈ ജീരകം ചേർത്തതിന് ശേഷം ഒന്ന് ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും കൂടിയിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റുക. ഇത് മൊരിയിച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റി എടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് 1.5 സവോള, ഒരു മീഡിയം സൈസ് ഉള്ള 1.5 സവോള, അതുപോലെ തന്നെ 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. സവോള ഏതാണ് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. സവോളയും മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, പെട്ടെന്ന് സവോള വാടി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സവോളയും ഏതാണ്ട് വാടി വന്ന് കഴിഞ്ഞു. 2 മീഡിയം സൈസ് തക്കാളി കൂടിയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു പകുതി ക്യാപ്സിക്കമാണ്. സാധാരണ നമ്മൾ ബട്ടർ മസാലകളിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാറില്ല, പക്ഷേ സോയ ബട്ടർ മസാലയിൽ ക്യാപ്സിക്കം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് എല്ലാതും കൂടി വാടി യോജിച്ച് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാതും ഈ തക്കാളിയും ക്യാപ്സിക്കോ ഒക്കെ പെട്ടെന്ന് തന്നെ സ്മാഷായിട്ട് യോജിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ മൂടി വെച്ചു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്നപ്പോൾ തക്കാളിയും ക്യാപ്സിക്കോ ഒക്കെ ഒന്ന് സ്മാഷ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇനി നിങ്ങൾ ഈ ഡിഷ് ഇത്തിരി ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബട്ടർ ഇട്ടിട്ട് നിങ്ങൾ വഴറ്റാനൊന്നും നിൽക്കണ്ട. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് അടച്ച് മൂടി വെച്ച് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അതിൻ്റെ ആവശ്യമേ അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യാം. നമ്മൾ ഇതുപോലെ ബട്ടറിലിട്ടിട്ട് വഴറ്റി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. മറ്റേതിന് ഇത്രയും ടേസ്റ്റ് കിട്ടിയെന്ന് വരില്ല. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 6 മുതൽ 8 വരെ കശുവണ്ടിയും കൂടിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് നമ്മൾ അരച്ചെടുക്കണം. നമ്മളിപ്പോൾ ഇതിലേക്ക് പൊടികളൊന്നും ആഡ് ചെയ്തിട്ടില്ല, അതൊക്കെ നമ്മൾ പിന്നെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മുടെ മസാല അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തു. അതിൽ ബട്ടർ ചൂടാവുന്നതിന് മുമ്പായിട്ട്, വല്ലാതെ ചൂടാവുന്നതിന് മുമ്പായിട്ട് 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി,
1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ നമ്മൾ ആ ബട്ടറിലിട്ടിട്ട് ഈ പൊടികളൊന്ന് ചൂടാക്കുക. അധികം ചൂടാക്കേണ്ട, ആ പൊടികളുടെ ആ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അത് മാറുന്ന വരെ ഒന്ന് നമ്മൾ ചൂടാക്കിയിട്ട് എടുത്താൽ മതി. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായി എല്ലാതും കൂടി ഒന്ന് മിക്സാക്കി ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോഴാണ് നമ്മൾ ചേർത്തിട്ടുള്ള ബട്ടറൊക്കെ ആ ഒരു നെയ്യ് ഒന്ന് തെളിഞ്ഞു വരുള്ളൂ. 2 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഗ്രേവിന് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങി. ഇപ്പം നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ആ ഒരു ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 കപ്പ് ക്രീമും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്നും കൂടി ഒന്ന് ബാലൻസ്ഡ് ആകും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് കുറയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് കസൂരി മേത്തിയും കൂടിയിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് നമ്മൾ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം, അതുപോലെ തന്നെ എരിവും നോക്കാം. എരിവ് നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ 5 മിനിറ്റ് എന്തായാലും ഇട്ട് തിളപ്പിക്കണം. എന്നാലാണ് ആ സോയ ചങ്ക്സ് മേലേക്ക് ഇതിലുള്ള എല്ലാ ഫ്ലേവേഴ്സും എല്ലാ ടേസ്റ്റും അത് മേലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ബട്ടർ സോയ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് പറയാൻ വേണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പീസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് എഴുതുക. അപ്പോൾ എനിക്ക് അറിയുന്ന ഇതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും once again thanks for watching.